ട്രംപിന് ഇന്ത്യയോടുള്ള സമീപനം വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഏറ്റവും അടുത്ത പങ്കാളിയാണ്, വലിയ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, വളരെ കഴിവുറ്റ നേതാവാണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തോട് അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പര അക്രമത്തോട്, സൈനിക നീക്കങ്ങളോട് അമേരിക്ക സ്വീകരിച്ച നിലപാട് വളരെ വിചിത്രമായി നമുക്ക് ഇന്ത്യക്ക് പ്രത്യേകിച്ചും തോന്നും. കാരണം അമേരിക്ക പ്രത്യേകിച്ച് ഒരു ഭീകരാക്രമണത്തിൽ ഇന്ത്യ കഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അത്ര അനുഭാവപൂർവമായ സൗഹാർദ്ദപരമായ നിലപാടല്ല അമേരിക്ക സ്വീകരിച്ചത്. മറിച്ച് ട്രംപിന്റെ ആദ്യ പ്രസ്താവനകൾ എന്ന് പറയുന്നത് അവർ നൂറ്റാണ്ടുകളായിട്ട് ചുമ്മാ കിടന്ന് അടികൂടുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അത് നമ്മുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്, അവരത് പരിഹരിക്കട്ടെ, നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ ഇത് തങ്ങളുടേതല്ലാത്തൊരു പ്രശ്നമായി അവർ മാറ്റി. അതിൽ ഇന്ത്യയോട് പ്രത്യേകിച്ചും നമ്മൾ വിശ്വസിച്ചിരുന്നത് നമ്മുടെ തന്ത്രപരമായ പങ്കാളിയാണ്, എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുമെന്നൊക്കെയാണ്. പക്ഷെ അവർ പാകിസ്ഥാനോടും ഇന്ത്യയോടും ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ സമീപനമാണ് സ്വീകരിച്ചത്. മാത്രമല്ല, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇടപെട്ടാണ് വെടിനിർത്തിയതെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ഇന്ത്യ അത് പരസ്യമായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ട്രംപിന്റെ മീഡിയേഷനിലല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ച പ്രകാരമാണ് നമ്മളത് ചെയ്തത് എന്ന് പറയുമ്പോൾ ട്രംപ് പല ആവർത്തി പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മീഡിയേഷനിലെ വലിയ സംഭവമാണ്, അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണം. അതിനോടനുബന്ധിച്ച് G7 സമ്മിറ്റിന്റെ ഭാഗമായിട്ട് പിന്നീട് അതിനുശേഷം അമേരിക്കയിൽ ട്രംപ് പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് ഒരു വിരുന്ന് നൽകുകയുണ്ടായി. ആ വിരുന്നിന് മുമ്പായിട്ട് ഇന്ത്യയെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം പോയില്ല. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഇന്റർവ്യൂ കേട്ടത്, ഇന്ത്യ അടുത്ത സുഹൃത്താണ്, പ്രധാനമന്ത്രി എൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി മിടുക്കനാണ്, കഴിവുറ്റ ആളാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തെയും പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റൽ മെഷീനറി ആയിട്ടുള്ള സൈന്യത്തെയും ട്രംപ് ഒരുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയോടും പാകിസ്ഥാനോടും ഏകദേശം ഒരേ സമീപനം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പാകിസ്ഥാനെ ഫേവർ ചെയ്യുന്നതായിട്ട് വരെ നമുക്കിപ്പോൾ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് വിശദീകരിക്കുക, എന്തുകൊണ്ടാണ് ഈ മനം മാറ്റം? അപ്പൊ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നത് അമേരിക്കയുടെ താല്പര്യം എപ്പോഴും അമേരിക്കയുടെ താല്പര്യമാണ്. പ്രത്യേകിച്ചും ട്രംപ് ഏതെങ്കിലും രീതിയിൽ ജനാധിപത്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും വില കൊടുക്കുന്നതായിട്ട് നമുക്ക് കരുതുവാൻ കഴിയില്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയോടുള്ള ഒരു നിലപാട് മാറ്റമാണ് ഇത് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അപ്പം ട്രംപിനൊരു അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ മീഡിയേഷൻ ഇന്ത്യ കൂടി അംഗീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് ഇന്ത്യയും പാകിസ്ഥാനോട് ഒന്നിച്ച് അദ്ദേഹത്തിന്റെ പേര് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം ട്രംപ് സ്വപ്നം കണ്ടിരുന്നത്. അതിന് ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിന്റെ പരിഭവത്തിന്റെ കാരണം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരു രാഷ്ട്രത്തിന്റെ ഇടപെടലിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. അത് അമേരിക്കയ്ക്കും ട്രംപിനും അറിയാൻ വയ്യാത്ത കാര്യമാണ്. നമ്മൾ ഒരിക്കലും അത് വെൽക്കം ചെയ്യില്ല. അപ്പൊ ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഒരു നയം അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അമേരിക്കയുടെ മധ്യസ്ഥം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും നമ്മൾ ഇരു രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ച പ്രകാരമാണ് വെടിനിർത്തിയത് എന്നുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മൾ അമേരിക്കയുടെ നിലപാട് മാറ്റത്തേക്കാൾ ഉപരിയായിട്ട് അന്താരാഷ്ട്ര രംഗത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യ അമേരിക്കയും പോലെ രണ്ട് ഭൂഖണ്ഡത്തിൽ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, രണ്ട് വ്യത്യസ്ത സമീപനങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുമ്പോൾ ജനാധിപത്യമാണെങ്കിൽ കൂടി അതിന് പരിമിതികൾ ഉണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം, വിലയിരുത്തലാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പരിമിതികളേറെയുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യമായിട്ടുള്ള ചൈനയെ വരുതിയിലാക്കുക, കണ്ടെയ്ൻ ചെയ്യുക എന്ന ഫോറിൻ പോളിസി ഒബ്ജക്റ്റീവിനോട്
അത് നേടിയെടുക്കുവാൻ അമേരിക്കയെ സഹായിക്കാൻ സാധ്യതയുള്ള പ്രധാന രാജ്യമായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് അതാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ആണിക്കല്ല് എന്നതാണ്. അതില്ലെങ്കിൽ ഇന്ത്യയും ഒരു സാമ്പത്തിക സൈനിക വൻശക്തിയായി മാറിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും ശത്രുക്കളാകാനാണ് സാധ്യത, അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുന്ന രാജ്യങ്ങളാകുവാനാണ് സാധ്യത. അതാണല്ലോ ഇപ്പൊ ചൈനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ചൈന ഒരു ഘട്ടത്തിൽ 1970-കൾക്ക് ശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിണങ്ങി അമേരിക്കയുടെ അടുത്ത സുഹൃത്തായി മാറിയപ്പോൾ അവർക്ക് കുറെ സൗജന്യങ്ങളോ അല്ലെങ്കിൽ കൺസെഷൻസോ ഒക്കെ കൊടുത്ത് അവരെ UN കൊണ്ടുവന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭാഗമാക്കി അവർ അമേരിക്കയോടൊപ്പം വളരുന്ന ഒരു രാജ്യമായപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഓരോ രാജ്യങ്ങളും അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. നിലപാട് മാറ്റത്തിലുള്ള മാറ്റമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അമേരിക്കയുടെ നിലപാട് എല്ലാ കാര്യങ്ങളും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിന് മറ്റു രാജ്യങ്ങളെ ഉപയോഗിക്കുക. അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ അമേരിക്കയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങി. കാരണം നമ്മുടെ താല്പര്യമാണത്. അപ്പോൾ അതുകൊണ്ട് രാജ്യാന്തര ബന്ധങ്ങളിൽ രാജ്യങ്ങൾ എപ്രകാരമാണ് പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു വലിയ ലെസണായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അങ്ങനെയാണ് കാണേണ്ടത്. കാരണം നമ്മൾ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തമാക്കുകയും അങ്ങനെ നമ്മുടെ ദേശരാജ്യങ്ങൾ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അമേരിക്കയെ നമ്മൾ ഒരിക്കലും ഒരു സഖ്യകക്ഷിയായിട്ട് കാണേണ്ടതില്ല. ചില കാര്യങ്ങളിൽ സഹകരിക്കാൻ ഒരു സാധ്യതയുണ്ട്, ആ കാര്യങ്ങളിൽ സഹകരിക്കും. എന്നാൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും സങ്കുചിതമായ താല്പര്യങ്ങൾ വരുമ്പോൾ എന്ത് അധാർമിക മാർഗങ്ങളിലൂടെയും എന്ത് എഗ്രിമെന്റുകൾ പരസ്പരം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കും. അത് ട്രംപിന്റെ നയം എന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാതെയും അമേരിക്കയുടെ ഒരു താല്പര്യമാണ്. ട്രംപ് അത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ട്രംപിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നോബൽ പ്രൈസ് വേണം, അതിന് ഇന്ത്യ നോമിനേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിലയിരുത്തലാണ്. രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ട്രംപ് അത് കുറച്ചും കൂടെ പച്ചയായിട്ട് ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു പ്രസിഡന്റാണ്. അപ്പോൾ ഇന്ത്യ ഇനി വളരെ സൂക്ഷിച്ചു വേണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം കൊണ്ടുപോകണം. എന്നുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധമൊന്നും വലിയ രീതിയിൽ മാറാനൊന്നും പോകുന്നില്ല. ആ ബന്ധങ്ങൾ പോകും, പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നത് മാത്രം.